ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാടിനോട് അവഗണന തുടർന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും സാമ്പത്തിക സഹായമടക്കം പ്രഖ്യാപനങ്ങളിൽ മാത്രം. പുനരധിവാസവും ഇതുവരെ എങ്ങും എത്തിയില്ല. ദുരിതാശ്വാസ നിധിയിൽ കോടിക്കണക്കിന് രൂപ ബാക്കിയിരിക്കെയാണ് പ്രദേശവാസികളോടുള്ള സർക്കാരിന്റെ അവഗണന. മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘവും സ്ഥലം സന്ദർശിച്ച് നൽകിയ വാഗ്ദാനങ്ങളൊക്കെയും മാസങ്ങൾക്കിപ്പുറവും അതേപടി കിടക്കുകയാണ്. ആശ്വാസ സഹായമായി ദുരിതബാധിതർക്ക് മാസം തോറും പ്രഖ്യാപിച്ച 6000 രൂപ പോലും ഇതുവരെ പലർക്കും കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 923 കോടിയോളം രൂപ ബാക്കിയുള്ളപ്പോഴാണ് ഈ അവഗണന. വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്ന 92 പേരാണ് വാടക വീടുകളിൽ കഴിയുന്നത്. ദുരിതബാധിത പ്രദേശങ്ങൾ ഡ്രോൺ ഇമാജിനേഷൻ എന്ന സ്ഥാപനം മുഖേന ലീഡർ സർവേ നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. എന്നാൽ ഈ റിപ്പോർട്ട് പോലും സമർപ്പിക്കുക അടുത്ത മാസമാണ്. പുഴയിലെ എക്കലും മണ്ണും നീക്കം ചെയ്യാനടക്കം 2 കോടി രൂപ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതും കടലാസിൽ മാത്രമാണ്. കടകൾ നഷ്ടപ്പെട്ട നിരവധി വ്യാപാരികളുടെ ദുരിതത്തിനും അറുതിയായിട്ടില്ല. വില്ലേജ് ഓഫീസ് ഉപരോധമടക്കം നിരവധി പ്രതിഷേധ സമരങ്ങളാണ് വിലങ്ങാട് നിവാസികൾ ഇതിനകം നടത്തിയത്. എന്നിട്ടും അവഗണന തുടരുന്നതിൽ പ്രതിഷേധത്തിലാണ് വിലങ്ങാട് നിവാസികൾ. പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായവും പുനരധിവാസവും ഉടൻ നടപ്പിലാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.